സുനിഷയല്ലൂർ നമുക്കൊപ്പം ക്ഷേത്ര പരിസരത്തുണ്ട്. ക്ഷേത്രത്തിന് തൊട്ടിപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് സുനിഷ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം എല്ലാം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടാര അടുപ്പിത തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തോറ്റംപാട്ട് തുടരുകയാണ്. സുനിഷയല്ലൂർ, പൊങ്കാല എന്നത് ഒരു ആത്മസമർപ്പണമാണ്. ദേവിക്കായി ആ നൈവേദ്യം സമർപ്പിക്കുമ്പോൾ മനസ്സുകൂടിയാണ് അതിൽ അർപ്പിക്കുന്നത്. അഹംഭാവം വെടിഞ്ഞുകൊണ്ട് തന്റെ ഉള്ളിലുള്ള കാലുഷ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള സ്വയം സമർപ്പണമായാണ് ഓരോ പൊങ്കാല നൈവേദ്യവും അർപ്പിക്കപ്പെടുന്നത്. അതിനായി സജ്ജരായി നിൽക്കുന്ന ആളുകളെയല്ലേ നമ്മൾ കാണുന്നത്. ഉറപ്പായിട്ടും സുജി, അതാ എനിക്ക് ചുറ്റിലും കാണുന്ന ഈ ഓരോ മനുഷ്യരും അങ്ങനെ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ എത്തിയവരാണ്. ഇന്നലെ വന്നവരുണ്ട്, കഴിഞ്ഞ ദിവസം ഒക്കെ വന്ന് സ്ഥലം പിടിച്ചവരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവരെ പരിചയപ്പെട്ടതാണ്. തൃശ്ശൂരിൽ നിന്ന് വന്നവരാണ്. ഇതാ ആദ്യമായി പൊങ്കാലയിടുകയാണ് അല്ലേ ചേച്ചി? ആദ്യമായി പൊങ്കാലയിടുക. ഗുരുവായൂർ നിന്ന് വരികയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഗുരുവായൂർ നിന്ന് മാറ്റാൻ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ദേവിക്ക് എന്താണ് നേദിക്കുന്നത്? ദേവിക്ക് ഞങ്ങൾ പൊങ്കാലിടുകയാണ്, പായസം വെക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥലം പിടിക്കാൻ നേരത്തെ വന്നു? ഞങ്ങൾ മിഞ്ഞാന്ന് വന്നു. ചൊവ്വാഴ്ച രാത്രി 12 മണി 2 മണിക്ക് ഞങ്ങൾ രാത്രി പുലർച്ച ഞങ്ങൾ 2 മണിക്ക് പോന്നു. ഞങ്ങളിവിടെ പിറ്റേ ദിവസം 9 മണിയാകുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിവിടെ സ്ഥലം പിടിച്ചു. ഞങ്ങൾക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. ഉള്ള സ്ഥലത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നുള്ളവരൊക്കെ ചീത്ത അറിഞ്ഞു. എന്നാലും വേണ്ടില്ല, ദേവിക്ക് വേണ്ടിയിട്ട് ഒരു പൊങ്കാല ഇടുന്ന ഒരു ആഗ്രഹമായിരുന്നു. അത് ഇന്നത്തോടുകൂടി സാധിക്കുമെന്ന് വിചാരിക്കുന്നു, ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. ആ സന്തോഷം നമുക്ക് കാണാൻ കഴിയും സുജിയ. ദേവിക്ക് വേണ്ടി ആദ്യമായി പൊങ്കാല സമർപ്പിക്കുന്നതാണ്. ആ സന്തോഷത്തിലാണുള്ളത്. അങ്ങനത്തെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അർപ്പിക്കേണ്ടത് ആ പുത്തൻ കലം എന്ന് പറയുന്നത് അത് ആലങ്കാരികമായി പറയുന്നത് സൂര്യന്റെ നിറമുള്ള കലമെന്നാണ്. പുത്തൻ കലവും അതോടൊപ്പം തന്നെ ഉണക്കലരിയും ശർക്കരയും എല്ലാം എടുത്ത് ഓരോന്നും പ്രത്യേകമാക്കി വെച്ച് വാഴയിലയൊക്കെ വെട്ടി അതെല്ലാം അടുത്തടുത്ത് വെച്ച് അങ്ങനെയൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കുകയല്ലേ. അവരുടെ മുന്നിലുള്ള അടുപ്പുകളിൽ എല്ലാം തയ്യാറായി കലങ്ങൾക്ക് ചുറ്റും ഒരു പുഷ്പമാലിയും ഒക്കെ അണിയിച്ച് അങ്ങനെ എല്ലാം കൊണ്ടും തയ്യാറായി നിൽക്കുന്ന, എല്ലാ രീതിയിലും തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളെയല്ലേ നമ്മൾ കാണുന്നത്. ഇനി അടുപ്പുകൂട്ടൽ ചടങ്ങിലേക്ക് 10:15 ആയാൽ മതി. 9:45 ആകുമ്പോഴേക്കും ശുദ്ധപുണ്യാഹമാകും. അതിനുശേഷം അടുപ്പുകൂട്ടലിലേക്ക് എത്തിയാൽ മതി എന്ന ഒരു കാഴ്ചയോടെ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയല്ലേ എല്ലാവരും. സുനിഷ, സുജയ അങ്ങനെ തന്നെയാണ്. സുജയ പറഞ്ഞതുപോലെ ഈ അടുപ്പിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ അടുപ്പുണ്ട്. അതിന് മുന്നേ മേലിതാ ഒരു പുത്തൻ കലം വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പൂ വെച്ച് എല്ലാവരുടെയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കലത്തിലും കാണാൻ കഴിയുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുത്തൻ കലം, അതിൻ്റെ മേലെ ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കലത്തിന് മേലെ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി വാഴയിലയിൽ ഗണപതിക്കായി വെച്ചതാണല്ലേ. അങ്ങനെ അവിലും മലരും ഈ ശർക്കരയും പഴവും ഒക്കെയായി ഒരു ഭാഗത്ത് അങ്ങനെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. ഇങ്ങനെ മൺകലങ്ങൾ ഇങ്ങനെ ഓരോ അടുപ്പുകളിലും ഈ വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവരുടെയൊക്കെ ഒരു വസ്ത്രം അതൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വനിതാ രത്നങ്ങളും ഏറ്റവും സുന്ദരിമാരായാണ് അവിടെ എത്തിയിരിക്കുന്നത്. ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായി ഞാൻ സുനിഷയിലേക്ക് തിരികെ എത്താൻ നോക്കൂ. നമ്മുടെ ആകാശ ദൃശ്യങ്ങളിൽ അവിടെ ജനസാഗരമായി മാറിക്കഴിഞ്ഞു. ഇത് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. അവിടേക്ക് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ചെല്ലുമ്പോഴൊക്കെ പലപ്പോഴും ഈ തിരക്ക് ഞാൻ നേരിട്ടും അനുഭവിച്ചിട്ടുള്ളതാണ്. അത്രയേറെ തിരക്കാണ്. പക്ഷേ നിരയായി കൃത്യമായി ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതെ, ഇത്രയും പേർ അടുപ്പ് കൂട്ടുമ്പോൾ അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട്, ഒരാളുടെ പിന്നിൽ നിന്ന് തീ കത്തിക്കാതെ അഭിമുഖമായി നിന്നുകൊണ്ട് പൊങ്കാലയിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം ഉറപ്പാക്കുന്നതിനായി അവിടെ വോളണ്ടിയേഴ്സുമുണ്ട്. ഈ പൊങ്കാലയിടുന്ന സ്ത്രീകൾക്കൊപ്പം തന്നെ നഗരസഭയുടെയും ഒപ്പം പോലീസിന്റെയും ഒക്കെ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോ പൊങ്കാലയും കുറ്റമറ്റ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത്. ആതിര ജെയിൻ നമുക്കൊപ്പം ചേരുകയാണ്. ആതിര ജെയിൻ, ഞാനും സുനിഷയും പൊങ്കാല കലങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു. കിഴക്കോട്ട് നിന്ന് വേണം പൊങ്കാല അർപ്പിക്കുന്നതിന്. സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾ അങ്ങനെയെല്ലാം നോക്കിക്കൊണ്ടാണ് എല്ലാവരും അത്രയേറെ വിശ്വാസത്തോടെയാണ് ഈ പൊങ്കാല അർപ്പണത്തിനായി തയ്യാറാകുന്നത് അല്ലേ ആതിര? തീർച്ചയായും സുജയ, വിശ്വാസങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഐതിഹ്യങ്ങളെയും ഒന്നും നമുക്ക് ഇഴകീറി പരിശോധിച്ച് വിലയിരുത്താൻ സാധിക്കുകയില്ല. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പൊങ്കാല മഹോത്സവം ഓരോ വിശ്വാസികൾക്കും വളരെ പ്രധാനമാണ്. ഉത്സവങ്ങൾ തന്നെ നമുക്കറിയാം, ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ
പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു ഒരുമയോടെ ആൾക്കാരെ ഒരുമിച്ച് നിർത്തുന്നത് കൂടിയാണ് ഉത്സവങ്ങളും ഈ സന്തോഷവും ഒക്കെ. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ആകെ ഇന്ന് ഈ ഉത്സവ ലഹരിയിലാണ്. ഇന്നെന്ന് മാത്രമല്ല 9ാം ദിവസമാണ് ഉത്സവം. കൊടിയേറിയ നാൾ മുതൽ അനന്തപുരി ഒരു അക്ഷരാർത്ഥത്തിൽ ആനന്ദ ലഹരിയിലാണ്. ഇന്നിപ്പോൾ പൊങ്കാലയ്ക്കായിട്ടുള്ള സമയം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദർശനത്തിനായി നിൽക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളതെങ്കിലും ഈ പരിസരം മുഴുവൻ അടുപ്പുകൾ നിറഞ്ഞു കഴിഞ്ഞു. അവരുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിക്ക് ഇനി നിമിഷങ്ങൾ കൂടി മാത്രമാണ് ബാക്കി. പഞ്ചഭൂതങ്ങളുടെ സംഗമമെന്നാണ് പൊങ്കാലയെ അവർ വിശ്വസിക്കുന്നത്. പൊങ്കാലയുടെ പുണ്യത്തിനായി ആ പൊങ്കാല കലത്തിൽ അരി ഇങ്ങനെ പായസമായി തിളച്ചു തൂകുമ്പോൾ, ആ പൊങ്കാലക്കലം നിറഞ്ഞു തൂകുമ്പോൾ അവരുടെ പാപങ്ങളും സങ്കടങ്ങളും ഒക്കെ എരിഞ്ഞടങ്ങും എന്നാണ് ഓരോ ഭക്തരുടെയും ഓരോ വിശ്വാസിയുടെയും വിശ്വാസം. അതിനായിട്ടാണ് അവർ പ്രാർത്ഥിച്ച് വ്രതശുദ്ധിയോടെ പൊങ്കാലയ്ക്കായി എത്തുന്നത്, പൊങ്കാല അർപ്പിക്കുന്നത്. ഈ മൺകലങ്ങളിൽ അവർ അരിയിട്ട് ശർക്കരയിട്ട് പായസം തിളപ്പിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം ഓരോ നിവേദ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അതൊക്കെ ദേവിക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു അമ്മയ്ക്ക്, ഒരു ശക്തിക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിട്ടാണ്. ആറ്റുകാല അമ്മയെ സംബന്ധിച്ചാണെങ്കിൽ ആറ്റുകാല ഐതിഹ്യങ്ങൾ പല ഐതിഹ്യങ്ങളുണ്ടെങ്കിലും കണ്ണകി ദേവി പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുരാനഗരം ചുട്ടരിച്ചു വന്ന കണ്ണകി ദേവിയെ ശാന്തയാക്കുവാനായി, ദേവിയെ സന്തോഷിപ്പിക്കുവാനുമായി പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. അവിടെ തന്നെ ആ ഐതിഹ്യത്തിൽ തന്നെ പറയുന്നത് സ്ത്രീ ശക്തിയാണ്, സ്ത്രീയുടെ ശക്തിയുടെ പ്രതീകമാണ്, സ്ത്രീകളെ ശക്തിയായി ഉയർത്തി കാട്ടുകയാണ്. ഇവിടെ എത്തുന്ന ഓരോ സ്ത്രീകളും അതുപോലെ അമ്മയുടെ ഭക്തരാണ്. അവർക്കുള്ള ഒരു ദിവസമാണ്, അവരുടെ ഒരു തീർച്ചയായും അവരവരുടെ ശക്തി കൂട്ടുന്നതിന്, അതായത് ഈ നൈവേദ്യ സമർപ്പണത്തിലൂടെ തങ്ങളുടെ ദുരിതങ്ങൾ മാറി കൂടുതൽ ശക്തിയോടുകൂടി തങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനായി പൊങ്കാലയിടുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പ്രയാഗ്രാജിൽ കുംഭമേളയിലെ ഗംഗാ സ്നാനമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ആറ്റുകാൽ ഇതാ, അനന്തപുരി ഇതാ മറ്റൊരു പ്രയാഗ്രാജായി മാറുകയാണ്. അത്രയേറെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും സർക്കാർ സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് തിരികെ എത്താം.